ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മെഴ്സിഡീസ് ബെൻസിൻ്റെ 213 എന്ന് പറഞ്ഞ മോഡൽ വെഹിക്കിളാണ്. ഇതൊരു 2019 മോഡൽ വെഹിക്കിളാണ്. അപ്പോൾ ഈ വെഹിക്കിൾ വരാനുള്ളൊരു കാരണം ഹൈ സ്പീഡിൽ ഒരു 100 എബോ ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുക, പിന്നെ വണ്ടി പിക്കപ്പ് ഇല്ല. ഒരു 100 കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിട്ടാണ് കസ്റ്റമർ നമ്മളെ കോൺടാക്ട് ചെയ്തത്. ഇൻസ്പെക്ട് ചെയ്ത് വന്ന സമയത്ത് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഡ്രൈവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കംപ്ലയിൻറ്റ് കിട്ടി. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് 3rd സിലിണ്ടറിൽ മിസ്ഫയർ ആണ് നമുക്ക് കണ്ടത്. ഇത് പെട്രോൾ വെഹിക്കിളാണ്. അപ്പോൾ ഇതിൻ്റെ ഇഞ്ചക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല 3rd സിലിണ്ടർ. നോർമലി ഈ വെഹിക്കിളുടെ ഇഞ്ചക്ടേഴ്സൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇഞ്ചക്ടേഴ്സാണ്. സാധാരണയായിട്ട് ഡാമേജ് ആവാനുള്ള പോസിബിലിറ്റീസ് എന്താണെന്ന് വെച്ചാൽ ബാഡ് ഫ്യൂവൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇഞ്ചക്ടർ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഓവർ ഹീറ്റ് വരുന്ന സമയത്ത് പാർട്ടിക്കിൾസ് ഒക്കെ കയറി കഴിഞ്ഞാൽ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വന്നാലാണ് ഇതിൻ്റെ ഇഞ്ചക്ടർ ഡാമേജ് ആവാനുള്ള ചാൻസ്. പക്ഷേ ഈ വെഹിക്കിളിൻ്റെ കേസിൽ ഇതൊന്നുമല്ല ഇഷ്യൂ. ആക്ച്വലി ഈ വെഹിക്കിൾ 2019 ആണെന്നുണ്ടെങ്കിലും 6000 കിലോമീറ്റർ മാത്രമേ ഈ വെഹിക്കിൾ ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. വളരെ യൂസ് കുറവാണ് ഈ വെഹിക്കിൾ. കാരണം ഇതിൻ്റെ ഇഞ്ചക്ടർ ഇതിൻ്റെ അകത്ത് സോളിനോട് സ്റ്റക്ക് ആയിട്ടാണ് ഇത് ഡാമേജ് ആയിട്ടുള്ളത്. അപ്പോൾ അത് റിപ്പയറബിൾ അല്ല, റീപ്ലേസ് ആണ്. നമ്മളിപ്പോൾ സ്പെയർ വരുത്തിയിട്ട് അത് റീപ്ലേസ് ചെയ്തു. ഇതുപോലെ ഡ്രൈവ് കുറഞ്ഞിട്ടുള്ള വെഹിക്കിൾസ് ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഡ്രൈവ് ചെയ്തിട്ട് വരുന്ന ഇഷ്യൂസ് അല്ല, ഡ്രൈവ് ചെയ്യാണ്ട് ഇതുപോലുള്ള ലോങ് പാർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള ഇഷ്യൂസ് ആണ്. പിന്നെ ഓൾറെഡി ഇതിൻ്റെ ടയേഴ്സൊക്കെ ഇതുപോലെ റീപ്ലേസ് ചെയ്തു, ഡ്രൈവ് ചെയ്യാണ്ട് കിടന്നിട്ട്. ഇതുപോലുള്ള വെഹിക്കിൾസ് ഇങ്ങനെ ഡ്രൈവ് ഇല്ലാന്നുണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്തിടുക. 5 കിലോമീറ്റേഴ്സെങ്കിലും ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ നാട്ടിയാന്ന് പറഞ്ഞ സ്ഥലത്താണ്. താങ്ക് യു.